നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPMന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മാനദണ്ഡങ്ങളാണ് CPM സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ ഒന്നുമേ ബാധിക്കാത്ത ഒരേയൊരു വ്യക്തി അത് പിണറായി വിജയനാണ്. അദ്ദേഹം അന്നും ഇന്നും പാർട്ടിക്ക് അതീതനായ വ്യക്തിയാണ്. പാർട്ടിയുടെ എന്തെങ്കിലും ഒരു നിയമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്ടങ്ങളോ ഒന്നും പിണറായി വിജയന് ബാധകമല്ല. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടിയിൽ അനിഷേധ്യ നേതാവായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ CPM വളരെ കർശനമായ ഒരു മാർഗനിർദ്ദേശം സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊണ്ടുവന്നിരുന്നു. അത് 2 ടേം വ്യവസ്ഥയായിരുന്നു. തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കേണ്ടതില്ല, മൂന്നാമതൊരു അവസരം കൊടുക്കേണ്ടതില്ല എന്ന വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്തത് നടപ്പിലാക്കി. ആ ഒരു തീരുമാനത്തിൽ പല പ്രമുഖ നേതാക്കൾക്കും ഒരുപക്ഷെ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലർക്കും സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിൽ EP ജയരാജൻ ഉണ്ടായിരുന്നു, ആലപ്പുഴയിൽ നിന്നും തോമസ് ഐസക് ഉണ്ടായിരുന്നു, G സുധാകരൻ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഒരു പിടി നേതാക്കൾക്ക് ആഗ്രഹം മനസ്സിൽ അവശേഷിപ്പിച്ച് മത്സര രംഗത്ത് നിന്നും പിന്മാറേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അന്ന് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം അത് പിണറായി വിജയന്റെ ഒരു നിർബന്ധ ബുദ്ധി തന്നെയാണ്. കാരണം പിണറായി വിജയന് താല്പര്യമില്ലാത്ത വ്യക്തികൾ, പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്ത നേതാക്കൾക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കേണ്ടതില്ല എന്ന ഒരു ശക്തമായ തീരുമാനമായിരുന്നു അതിനു പിന്നിൽ. അങ്ങനെയാണ് ഈ പറയുന്ന EP ജയരാജൻ ഉൾപ്പെടെ, തോമസ് ഐസക് ഉൾപ്പെടെ, G സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെല്ലാം സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സർക്കാർ അധികാരത്തിൽ വന്ന് മന്ത്രിസഭാ രൂപീകരണ സമയത്ത് CPMന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലേക്ക് എത്തുമ്പോൾ അവിടെയും ഒരു നിബന്ധന കൊണ്ടുവരുന്നു. മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളായിരിക്കണം. മുൻപ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരൊന്നും തന്നെ പുതിയ മന്ത്രിസഭയിൽ വേണ്ട, പുതിയ ആളുകൾ മന്ത്രിമാരായിട്ട് വരട്ടെ. പക്ഷേ അവിടെയും ആ ഒരു നിബന്ധന ഇളവ് ലഭിച്ച ഒരേ ഒരു വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ആ നിബന്ധനകളൊന്നും ബാധകമായില്ല. വീണ്ടും അദ്ദേഹത്തിന് 2ാം തവണ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം പാർട്ടി കൊടുത്തു. കാരണം അദ്ദേഹം മതി മുഖ്യമന്ത്രി, ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ബാധകമുള്ളൂ. ഇദ്ദേഹം ഇത്തരത്തിലുള്ള നിബന്ധനകളോ പാർട്ടിയുടെ ചട്ടങ്ങളോ ഒന്നും തന്നെ ബാധിക്കാത്ത ഒരു അനിതര സാധാരണമായ വ്യക്തിത്വമെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടി അത്തരമൊരു തീരുമാനമെടുത്തത്. അങ്ങനെ ആ മന്ത്രിസഭാ രൂപീകരണത്തിൽ അല്ലെങ്കിൽ CPMന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ അത്തരമൊരു നിബന്ധന വന്നതോടുകൂടി തൊട്ടു മുൻപ് 1ാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന KK ശൈലജ കോവിഡ് കാലത്തൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് CPM തന്നെ പാടി പുകഴ്ത്തുന്ന, ദേശീയ ആഗോളതലത്തിൽ തന്നെ ഖ്യാതി നേടിയ ആരോഗ്യമന്ത്രി എന്നൊക്കെ CPM വാഴ്ത്തിപ്പാടുന്ന KK ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം കണ്ടു. അവിടെയും അത്തരമൊരു നിബന്ധന കൊണ്ടുവന്നത് KK ശൈലജയെ പോലെയുള്ള നേതാക്കളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നത് പകൽ പോലെ വ്യക്തമാണ്. അതായത് പിണറായി വിജയന് താല്പര്യമില്ലാത്ത വ്യക്തികളെ, നേതാക്കളെ ഒന്നും വളരാൻ താൻ അനുവദിക്കില്ല എന്ന ഉറച്ചൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. ആ നിലപാട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ പാർട്ടിയെ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്ന വിധത്തിലേക്ക് പാർട്ടിയുടെ ചട്ടക്കൂടുകൾ അദ്ദേഹം മാറ്റി എഴുതും. അദ്ദേഹം പറഞ്ഞാൽ തിരുവായ്ക്കെതിർവായില്ല എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. അങ്ങനെ KK ശൈലജയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ കണ്ട ഒരു തീരുമാനമായിരുന്നു. കാരണം നമുക്കറിയാം 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് വന്ന കോവിഡിൽ ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ പത്രസമ്മേളനമൊക്കെ നടത്തി വലിയ രീതിയിൽ മികച്ച ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ പേരൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് KK ശൈലജ എന്ന ഉത്തരം പലയിടങ്ങളിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ഉടലെടുത്ത് വന്നപ്പോൾ അത് പിണറായിക്ക് അത്ര രസിച്ചില്ല. അത്രയ്ക്കൊന്നും വളരണ്ട, തനിക്ക് മുകളിൽ ആരും വളരണ്ട എന്ന ഒരു തീരുമാനം പിണറായി വിജയന് ഉണ്ടായി. അങ്ങനെയാണ് KK ശൈലജയെ മന്ത്രിസഭയിൽ നിന്നും എങ്ങനെ പുറത്താക്കാം, അതിന് പറ്റുന്ന രീതിയിൽ ഒരു മാനദണ്ഡം കൊണ്ടുവന്ന് മന്ത്രിസഭാ രൂപീകരണം നടത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ 2026 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ മറ്റൊരു നിബന്ധന കൊണ്ടുവരികയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ. അത് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 ടേം വ്യവസ്ഥ അവിടെ ബാധകമാക്കുന്നില്ല. മറിച്ച് 2 ടേം വ്യവസ്ഥ നിർബന്ധമായി നടപ്പിലാക്കുന്നത് പാർട്ടിക്ക് വിജയം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ അത്തരത്തിൽ 2 ടേം വ്യവസ്ഥ നിർബന്ധമായും പാലിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു. അവിടെയും അത്തരമൊരു നിബന്ധനയിലൂടെ
സ്ഥാനം നഷ്ടപ്പെടുന്ന പ്രമുഖരെന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന കെ ശൈലജ തന്നെയാണ്. കാരണം കെ ശൈലജ മട്ടന്നൂരിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത്. അതുകൊണ്ട് കെ ശൈലജയ്ക്ക് ഇത്തവണ ഇതിനോടകം 5 തവണ ഇവർ മത്സരിച്ചു, 4 തവണ വിജയിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് 2 തവണ അവർ മത്സരിച്ച് വിജയിച്ചതാണ്. 2016 അവർ കൂത്തുപറമ്പിൽ നിന്നുമാണ് മത്സരിച്ച് വിജയിച്ചത്. 2021 മട്ടന്നൂരിലും അങ്ങനെ തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് വിജയിച്ചു. അതുകൊണ്ട് പാർട്ടിക്ക് വിജയമുറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടേം വ്യവസ്ഥ നിർബന്ധമാക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കെ ശൈലജയെ മട്ടന്നൂരിൽ നിന്നും മാറ്റുകയാണ്, അല്ലെങ്കിൽ മട്ടന്നൂരിൽ കെ ശൈലജ മത്സരിക്കാനേ വേണ്ട, മട്ടന്നൂർ നിലനിർത്താൻ കെ ശൈലജയുടെ ആവശ്യമേ ഇല്ല. ഈ പറയുന്ന ജനകീയ നേതാവ് അല്ലെങ്കിൽ വനിതാ CPM-ലെ വനിതാ മുഖ്യമന്ത്രി, ഭാവി താരം, ഭാവി നേതാവ് എന്നൊക്കെയുള്ള വാർത്തുപാട്ടലുകളൊന്നും തന്നെ ഇവിടെ മട്ടന്നൂർ ജയിക്കാൻ തങ്ങൾക്ക് വേണ്ട എന്ന പാർട്ടി നേതാക്കൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ മട്ടന്നൂരിൽ കെ ശൈലജ ഇല്ല എന്ന് പാർട്ടി നേതൃത്വം ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് അത്തരത്തിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് നിലവിലെ നിയമസഭയിലെ സ്പീക്കർ AN ഷംസീറാണ്. തലശ്ശേരിയിൽ നിന്നും അദ്ദേഹം തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടർച്ചയായിട്ട് 2 തവണ വിജയിച്ചവർക്ക് സീറ്റ് വേണ്ട എന്നുള്ള തീരുമാനം വന്നപ്പോൾ AN ഷംസീറും, കാരണം തലശ്ശേരി എന്നൊക്കെ പറയുന്നത് CPM-ന് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്, അതിന് ഷംസീറിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഷംസീറിനെ പുറത്താക്കുകയാണ്. പക്ഷേ ബാക്കിയുള്ള ഈ പറയുന്ന കണ്ണൂർ ഉൾപ്പെടെയുള്ള 14 ജില്ലകളിലെയും നിലവിലെ സിറ്റിംഗ് MLA-മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് വിജയിച്ച പലരും വീണ്ടും ജനവിധി തേടുന്നുണ്ട്. ആറന്മുളയിൽ നിന്നും വീണ ജോർജ് ഉൾപ്പെടെയുള്ളവര് എല്ലാവരും തന്നെ തുടർച്ചയായിട്ട് 2 തവണ മത്സരിച്ച് വിജയിച്ചവരാണ്. അവർക്കൊക്കെ തന്നെ വീണ്ടും സീറ്റ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു. അപ്പോൾ ഇന്നലെ പറയുന്ന പോലെ ഇതിനോടകം തന്നെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു ലിസ്റ്റ്, പ്രാഥമിക ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ആ ലിസ്റ്റ് സംബന്ധിച്ച് ഇന്നലെ ഒരു ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നു. അതിൽ കെ ശൈലജ തനിക്കുള്ള അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിണറായിയോട് പൊട്ടിത്തെറിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ചർച്ച വന്നപ്പോൾ ഈ പറയുന്ന പോലെ മട്ടന്നൂരിൽ സ്ഥാനാർത്ഥിയെ വന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള VK സനോജിന്റെ പേരാണ്. അപ്പോൾ കെ ശൈലജ യോഗത്തിൽ ചോദിച്ചു തന്നെ എന്തുകൊണ്ട് മാറ്റി എന്നാണ് അവർ ചോദിച്ചത്. എന്തിനു തന്നെ മാറ്റി? 2 ടേം വ്യവസ്ഥ മറ്റുള്ളവർക്ക് ബാധകമല്ലേ? അതായത് പിണറായി വിജയൻ ഉദ്ദേശിച്ചാണ് അത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. 2 ടേം വ്യവസ്ഥ ബാധകമല്ലാത്ത നേതാക്കളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് തന്നെ മാത്രം മാറ്റി എന്നുള്ളൊരു ചോദ്യം അവരവിടെ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അവർക്ക് പാർട്ടി നേതൃത്വത്തിന് മറുപടിയില്ല. അവരൊപ്പം പറയുന്നത് മട്ടന്നൂരിൽ മത്സരിക്കേണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കെ ശൈലജയ്ക്ക് ഒരു അവസരം കൂടി കൊടുക്കാൻ പാർട്ടി തയ്യാറാണ്, പക്ഷേ അത് മത്സരിക്കേണ്ടത് പേരാവൂർ സീറ്റിലാണ് എന്നാണ്. അതായത് 2006 പേരാവൂരിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് കെ ശൈലജ. എന്നാൽ 2011 മുതൽ പേരാവൂരിൽ നിന്നും വിജയിച്ചു വരുന്നത് കോൺഗ്രസ് ആണ്. നിലവിൽ അവിടുത്തെ MLA എന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. അദ്ദേഹം 2011 മുതൽ തുടർച്ചയായിട്ട് 3 തെരഞ്ഞെടുപ്പുകൾ വിജയിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ചെന്ന് മത്സരിച്ച് ആ സീറ്റ് വേണമെങ്കിൽ ഈ പറയുന്ന താരപരിവേഷം കൊണ്ട് കെ ശൈലജ പിടിച്ചെടുക്കട്ടെ, അതാണല്ലേ ഹീറോയിസം എന്നൊരു ചോദ്യമാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കെ ശൈലജ വഴങ്ങുന്നില്ല. കാരണം അവർക്കറിയാം തന്നെ എന്തിനാണ് പേരാവൂരിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത്. അതൊരു ചാവേറാക്കി തന്നെ മാറ്റുകയാണ്, രക്തസാക്ഷിയാക്കി തന്നെ മാറ്റാനുള്ള ഒരു നീക്കമാണ് പാർട്ടി നടത്തുന്നത്. അവിടെ നിന്നാൽ സ്വാഭാവികമായിട്ടും ഇത്തവണ 8 നിലയിൽ പൊട്ടുമെന്ന കാര്യം കെ ശൈലജയ്ക്ക് ഉറപ്പാണ്. അപ്പോൾ പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ പറയുന്ന പോലെ CPM എന്നൊരു വനിതാ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ജനകീയമായിട്ടുള്ള നേതാവ്, ഒരുപക്ഷെ പിണറായിക്ക് മുകളിലേക്ക് വളരുന്ന ഒരു നേതാവെന്നൊക്കെ ഉള്ള ഒരു ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്ന സമയത്താണ് കെ ശൈലജയെ സേഫ് ആയിട്ടുള്ള ഒരു സീറ്റിൽ നിന്നും തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിലേക്ക് മത്സരിക്കട്ടെ എന്നൊരു നിർദ്ദേശം വരുന്നത്. അതിനകത്തെ ചതി മനസ്സിലാക്കി കെ ശൈലജ അതിന് ഇതുവരെയും സമ്മതം മൂളിയിട്ടില്ല. അങ്ങനെ പേരാവൂരിൽ നിന്ന് തോറ്റു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും എന്നുള്ള തിരിച്ചറിവ് കെ ശൈലജയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് ഇന്നലെ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊട്ടിത്തെറിച്ചത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് തന്നെ മാറ്റി? ഈ 2 ടേം വ്യവസ്ഥ എന്നുള്ളത് തനിക്ക് മാത്രമാണോ ബാധകം, മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ബാധകമല്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. അതിന് മറുപടി പറയാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. മറിച്ച് അവർ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പേരാവൂർ പോയി മത്സരിക്കൂ എന്നുള്ളതാണ്. എന്തായാലും കെ ശൈലജയ്ക്ക് ഇതിനകത്ത് വലിയ അതൃപ്തിയാണുള്ളത്, വലിയ നീരസമാണുള്ളത്. എന്തായിരിക്കും അവരുടെ ഒരു തീരുമാനം? പേരാവൂരിൽ മത്സരിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോട് എന്തായിരിക്കും അവരുടെ തീരുമാനം എന്നുള്ളത് വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നും ഈ പറയുന്ന പോലെ മാറി നിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി CPM-ന്റെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. തളിപ്പറമ്പിൽ നിന്നുള്ള MLA ആണ് MV ഗോവിന്ദൻ. അവിടെ MV ഗോവിന്ദൻ മാറുന്ന ആ സീറ്റിലേക്ക് പകരം സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടിരിക്കുന്നത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ്. അപ്പോൾ അത്തരത്തിൽ കുടുംബാധിപത്യം കണ്ണൂരിൽ അങ്ങനെ നിലനിൽക്കട്ടെ എന്ന ഒരു തീരുമാനം കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊരു പേര് സുകന്യയുടെ പേര് വന്നുവെങ്കിലും അത് വേണ്ട,
MP ഗോവിന്ദൻ മാറുമ്പോൾ MP ഗോവിന്ദന്റെ കുടുംബത്തിൽ തന്നെ ആ സീറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി MP ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള PK ശ്യാമളയ്ക്ക് ആ സീറ്റ് കൊടുക്കാൻ പാർട്ടി തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തങ്ങൾക്ക് താല്പര്യമുള്ള, തങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള നേതാക്കന്മാർക്കും ഒക്കെ തന്നെ സീറ്റുകൾ കൊടുക്കാം. മറിച്ച് തങ്ങളുടെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക്, പ്രത്യേകിച്ചും പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് സീറ്റ് വേണ്ട, അതിന് അത്തരക്കാരെ വെട്ടിനിരത്താൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെയാണ് വെട്ടിനിരത്തേണ്ടത് അതിനനുസരിച്ച് ഉള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കുക. നമ്മൾ ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്നത് പോലെ വെട്ടാൻ നോക്കി വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ പാർട്ടിയുടെ നയങ്ങള്, ചട്ടങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ മാറ്റിയെഴുതുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ പാർട്ടി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഒരുപക്ഷെ അത് പിണറായി വിജയന്റെ വാട്ടർലൂ ആയി മാറാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.